ശ്രീ ഷാബു പ്രസാദ്, ഈ ഭരണഘടനയുടെ ചുമതലകളും അതിൻ്റെ പരിധികളുമൊക്കെ പഠിക്കേണ്ടവർ, അത് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണിപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത്. ഒരു സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ചില പ്രതീകങ്ങൾ അനധികൃതമായി പ്രദർശിപ്പിക്കുന്നത് നിരപേക്ഷ ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമാണോ? ഇവിടെ എന്താണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതിനാൽ? ഭരണഘടനാ വിരുദ്ധത എന്താണുള്ളത്? എന്നോടാണ് ചോദ്യമെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു പൊതുപരിപാടിയിൽ രാജ്യത്തിൻ്റെ പ്രതീകമാണ് എന്ന രീതിയിൽ ഒരു കാവിക്കൊടി ഏന്തിയ ഒരു സ്ത്രീയുടെ ചിത്രം ഗവർണർ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ മറ്റ് മന്ത്രിമാരൊക്കെ അംഗീകരിക്കണമെന്ന രീതിയിൽ അതുണ്ടാകുമെന്ന് നിഷ്ഠയോടുകൂടി പ്രദർശിപ്പിക്കുന്നു. അതാണ് ഭരണഘടന പറയാത്ത കാര്യം. അല്ല, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി. ഇതിന്റെ അകത്തെ ഭരണഘടനാ വിരുദ്ധത എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഭരണഘടനാ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു പൊതുപരിപാടിയിൽ എല്ലാ ആളുകളെയും ഒരുപോലെ കാണേണ്ട, എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണേണ്ട ഭരണഘടനാ തത്വങ്ങളെ, മൂല്യങ്ങളെ അവിടെ അംഗീകരിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഇതാണ് ഭാരതത്തിൻ്റെ പ്രതീകം എന്ന രീതിയിൽ പൊതുവെ ഭാരതം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അത്. അതിൽ തർക്കമുള്ളതാണ്. അല്ല, ഞാനൊരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ എംബ്ലത്തിൽ നിന്ന് ആനയെയും ഇവിടുത്തെ ശംഖിനെയും, അതായത് ആ ഹൈന്ദവ പ്രതീകങ്ങളെയും മുഴുവനും മാറ്റണം. നിങ്ങൾ എതിർത്തോളൂ. അതും കൂടി മാറ്റണം. നിങ്ങൾ എതിർത്തോളൂ. പറ്റുമോ? നിങ്ങൾ എതിർത്തോളൂ. പറ്റില്ലല്ലോ. നിങ്ങൾ എതിർത്തോളൂ. ഇവിടെ നമ്മുടെ പാർലമെന്റിലും ഇവിടെയും എഴുതി വച്ചിരിക്കുന്ന സത്യമേവ ജയതേ എന്ന് പറയുന്ന ഉപനിഷത്ത് വാക്യവും മാറ്റണം. ഭരണഘടനയിൽ തന്നെയുള്ള ശ്രീരാമന്റെ ചിത്രം മാറ്റണം. ഈ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് ഈ അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ആ ഭഗവത് ധ്വജം, ആ കാവിക്കൊടി. അത് RSSന്റെ പതാക ആയതുകൊണ്ടല്ല. RSS വരുന്നത് 1925-ലാണ്. ഭരണഘടന ഉണ്ടാകുന്നത് 1950-ലാണ്. ഈ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പും RSS ഉണ്ടാകുന്നതിന് മുമ്പും ഭാരതം എന്ന സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഭാരതത്തിന്റെ മാനബിന്ദുവായ ഒരു പതാകയെ ആണ് RSS അതിന്റെ കൊടിയായിട്ട് സ്വീകരിച്ചത്. അല്ലാതെ അത് RSSന്റെ കൊടിയായതുകൊണ്ട് അല്ല. RSS സ്വീകരിച്ച ആ കൊടി ഗവർണർ, ഈ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ രാജ്ഭവനിൽ പൊതുപരിപാടിയിൽ അത് അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് എങ്ങനെയാണ് ഭരണഘടനാനുസൃതമാകുന്നത്? അല്ല, അത് ഭരണഘടനാ വിരുദ്ധതയുമല്ല. ആ കൊടി ഭാരതത്തിന്റെ പ്രതീകമാണ്, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെയും ധാർമ്മിക പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ് എന്ന് വിശ്വസിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്. അത് RSS ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ തള്ളിക്കളയേണ്ട. അത് ഗവർണർക്കല്ല, ഗവർണർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു വക്താവിന് വിശ്വസിക്കാം. ഒരു ഗവർണർ അങ്ങനെ വിശ്വസിക്കണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. അല്ല, ഗവർണർ വിശ്വസിക്കുന്നത് ഭാരതത്തിന്റെ പാരമ്പര്യത്തിലാണെന്നേ. ആ ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണത്. അല്ല, ഭാരതത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെന്നേ. അപ്പൊ അവരൊക്കെ നാളെ ഗവർണർമാരാകാം. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കും. ഭരണഘടന അനുസരിച്ച് അവർ പെരുമാറും. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും എല്ലാം വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. CPMന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കേരളത്തിലെ സ്വതന്ത്ര ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടായത് എങ്ങനെയാണ്? ത്രിവർണ്ണ പതാക വലിച്ചു കീറി അവിടെ ചെങ്കൊടി നാട്ടാൻ കയറിയപ്പോ പോലീസ് വെടിവെച്ച് കൊന്നിട്ടാണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കേരളത്തിലെ സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടാവുന്നത്. ഇവിടുത്തെ ഇത് എന്തൊരു ഭരണഘടനയാണിത്? അപ്പിടി ഇപ്പിടി എന്ന് പറഞ്ഞ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു മന്ത്രി ഈ നാട്ടിൽ ഭരിക്കുന്നുണ്ട്, ഇപ്പോഴും മന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ നാട്ടിൽ ഇതുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് വിശ്വസിക്കപ്പെടുന്ന, ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന, ഗവർണറും വിശ്വസിക്കുന്ന ആ ഒരു പ്രതീകത്തിനെ രാജ്ഭവനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട്
അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹം അതിന് ഡിസ്ക്രിഷണറി പവർ അതിന് യാതൊരു ഉപയോഗിച്ച് ഈ കുഴപ്പമില്ല. രാജ്യത്ത് കുറെ പേർ വിശ്വസിക്കുന്ന ഒരു ഭൂരിപക്ഷ വിഭാഗങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും പ്രതീകത്തെ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് അടിച്ചേൽപ്പിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാർ ഇതനുസരിച്ച് ഇതിനെ വണങ്ങി വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയാനാകുമോ? അങ്ങനെ ഏത് വകുപ്പ് അനുസരിച്ചാണ്, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ആ ഡിസ്ക്രിഷൻ? അംഗീകരിക്കേണ്ടാത്തവർ അംഗീകരിക്കേണ്ടെന്നേ, ഇത്ര വലിയ വിഷമമുള്ളവർ അങ്ങോട്ട് പോകണ്ടെന്നേ, അതൊക്കെ തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളവർ അതാണോ വേണ്ടത്? അതോ അങ്ങനെ അല്ലാതെ ഈ പറയുന്ന RSSന്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രതീകത്തെ അവിടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മാറിയേക്കാം എന്ന് ഗവർണർ വിചാരിക്കുന്നതല്ലേ കുറച്ചുകൂടെ ഭരണഘടനാനുസൃതം? ഗവർണർക്ക് തൽക്കാലം അങ്ങനെ വിചാരിക്കാൻ സൗകര്യമില്ല. തൽക്കാലം നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി. അതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രേ സൗകര്യമുള്ളൂ, ഇതാണ് അല്ലേ? അത്രേ സൗകര്യം. അതാണ്.